ഇതാണ് മൺട്രോ തുരത്ത് ജംഗ്ഷൻ. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഐലൻഡിലേക്ക് പോവാം. ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഐലൻഡിലേക്ക് എത്തുമ്പോഴേക്കും സൈഡിലായി കായൽ കാഴ്ചകൾ തുടങ്ങുകയായി. വെള്ളത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന വഞ്ചികൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മൺട്രോ തുരത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തുകയാണ്. ഐലൻഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കായലോരത്ത് വഞ്ചികൾ നമ്മളെ സ്വീകരിച്ചു തുടങ്ങും. എന്തു മനോഹരമാണെന്ന് നോക്കേ. തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ ഇടുങ്ങിയ കനാലുകളിൽ ഈ വഞ്ചികൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോഴാണ് കേരളത്തിലെ വെനീസ് എന്ന് മൺട്രോ തുരുത്തിനെ വിളിക്കുന്നത് എത്ര ശരിയാണെന്ന് നമുക്ക് തോന്നുക. ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ വഞ്ചികളുടെ ഈ കാഴ്ചകൾ മനസ്സിന് നല്ലൊരു സമാധാനം തരുന്നുണ്ട്. വലിയ കായലുകളിലാണ് നമ്മൾ ഹൗസ് ബോട്ടുകൾ കാണാറുള്ളത്. എന്നാൽ മൺട്രോ തുരത്തിലെ ഈ ചെറിയ കനാലുകൾക്ക് അരികിലായി ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. മൺട്രോ തുരത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടിത്തുടങ്ങും. ഈ ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്ര തന്നെ എന്ത് രസമാണ്. വശങ്ങളിലെല്ലാം പച്ചപ്പ് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളാണ്. അതിമനോഹരം തന്നെയാണ് ഈ കാഴ്ച. കണ്ടോ, അവിടെവിടെയായി കാണുന്ന ഈ തെളിഞ്ഞ വെള്ളവും കായലിന്റെ ഭംഗിയും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയെല്ലാം പ്രകൃതി ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോകും വിധമാണ് ഈ കാണുന്ന കാഴ്ചകൾ. കായൽ കാറ്റും മണവുമൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. തിരക്കില്ലാത്ത ശാന്തമായ വഴികൾ, ലളിതമായ ജീവിതം നയിക്കുന്ന നല്ല മനുഷ്യർ ഇവിടെ കാണാൻ കഴിയും. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനാണ് ആളുകൾ മൺട്രോ തുരത്തിനെ തേടിയെത്തുന്നതെന്ന്. ഓരോ വളവിലും തിരിവിലും ഓരോ പുതിയ കാഴ്ചകളാണ് മൺട്രോ തുരത്ത് ശരിക്കും നമുക്ക് തരുന്നത്. കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ വിശപ്പ് തുടങ്ങിയാൽ നേരെ കയറാൻ പറ്റിയ ഒരിടം ഈ കാണുന്നത് കായലിന് അഭിമുഖമായി ഇരിക്കുന്ന ഒരു കൊച്ചു മനോഹരമായ റെസ്റ്റോറൻ്റ് ആണ്. നല്ല കിടിലൻ, നല്ല നാടൻ ഭക്ഷണം, ഫ്രഷ് കായൽ മീൻ വിഭവങ്ങളും ഒക്കെ ഇവിടെ കിട്ടും. ഈ കായൽ ഭംഗി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മൺട്രോ തുരത്തിൽ വരുന്നവർ തീർച്ചയായും ഇവിടെ ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് പ്രശസ്തമായ ജയ് ജവാൻ റെസ്റ്റോറൻറ്റ്. മൺട്രോ തുരത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് രുചികരമായ നാടൻ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ഞാൻ ഈ കാണിക്കുന്ന ജയ് ജവാൻ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന ഈ കാഴ്ചയാണ് മൺട്രോ തുരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. ഐലൻഡിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ പച്ചപ്പൊന്ന് നോക്കൂ. കണ്ണെത്താ ദൂരത്തോളം തെങ്ങിൻ തോപ്പുകളും ശാന്തമായ കായലും കാണാൻ പറ്റും. പ്രകൃതി ഒരുക്കി ഒരു പച്ച പരവതാനിയിലൂടെ പോകുന്ന ഫീലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമ നൽകുന്ന ഈ കാഴ്ചകൾ കണ്ടു തന്നെ അറിയണം. ഈ പച്ചപ്പിനിടയിലൂടെ നമ്മൾ ആ മനോഹരമായ മൺട്രോ ഐലൻഡിലേക്ക് കടക്കുകയാണ്. ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ പിന്നെ ശരിക്കുമുള്ള ആ നാടൻ വൈബ് കാണാൻ കഴിയും. വഴിയോരത്തെ ചെറിയ കടകളും അവിടെ സംസാരിച്ചിരിക്കുന്ന നാട്ടുകാരും ഒരു പ്രത്യേക ഭംഗിയാണിവിടെ. രണ്ട് വശത്തും കായൽ കാഴ്ചകൾ മാറി മാറി വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മാന്ത്രിക ലോകത്ത് എത്തിയതുപോലെ തോന്നും. കടകൾക്ക് അരികിലായി തന്നെ വഞ്ചികൾ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ. ഇവിടുത്തെ നാട്ടുകാരുടെ പ്രധാന വാഹനം തന്നെ ഈ വഞ്ചികളാണ്. ഓരോ കടയുടെ മുന്നിലും ഓരോ വഞ്ചികൾ കെട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം. തിരക്കുകളില്ലാത്ത, ബഹളമില്ലാത്ത ഇവിടുത്തെ ഈ ജീവിതം കാണുമ്പോൾ നമ്മളും അറിയാതെ ആ ശാന്തതയിലേക്ക് അലിഞ്ഞു പോകും. ഒരു ചായയും കുടിച്ച് കായൽ കാറ്റേറ്റ് ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം ഇരിക്കാൻ നല്ല രസമാണ്. അടിപൊളി ഒരു വൈബുള്ള ഒരു പ്ലേസാണ് മൺട്രോ തുരത്ത് ഐലൻഡ്. യാത്ര ചെയ്ത് മടുക്കുമ്പോൾ കുറച്ചു നേരം വിശ്രമിക്കാൻ ഇതുപോലത്തെ കായലിന് അഭിമുഖമായിട്ടുള്ള ഒരുപാട് ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഇരുന്ന കായലിൽ നിന്നുള്ള തണുത്ത കാറ്റേൽക്കുന്നത് വല്ലാത്തൊരു സുഖമാണ്. മുന്നിൽ വിരിഞ്ഞു കിടക്കുന്ന കായൽ പരപ്പ്, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ചെറിയ വഞ്ചികൾ, ഈ കാഴ്ചയും കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നമ്മുടെ ഉള്ളിലെ എല്ലാ ടെൻഷനും ഈ കാറ്റിൽ അലിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് കിട്ടുന്നൊരു വലിയ സമാധാനമാണിത്.
കായലിന്റെ തൊട്ടരികിലൂടെയുള്ള ഈ നടത്തം ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. കായലിലെ വെള്ളം കാലിൽ വന്ന് തൊട്ടുരുമി പോകുന്നുണ്ട്. രണ്ട് വഞ്ചികൾ ഒന്നിച്ച് കെട്ടിയിട്ടിരിക്കുന്നതും കാണാം. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു മനോഹരമായ കാഴ്ചയും കാണാം. ഇവിടെ നിന്ന് കായലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, അത് ശരിക്കും അതിമനോഹരമാണ്. അനന്തമായി വിരിഞ്ഞു കിടക്കുന്ന കായൽ പരപ്പും ദൂരെ കാണുന്ന പച്ചപ്പും പ്രകൃതി ഒരുക്കി ഒരു വലിയ ക്യാൻവാസ് പോലെയാണ് ഇത് അനുഭവപ്പെടുന്നതും. മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ തോന്നുന്ന നിമിഷം. ഈ ശാന്തതയും ഈ സൗന്ദര്യവുമാണ് മൺട്രോ തുരുത്തിനെ മറ്റേതോ ഒരു സ്ഥലത്തു നിന്നും വ്യത്യസ്തമാക്കുന്നതും. ഇത്രയും മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ നടന്നു പോകുന്നത്. അതിമനോഹരം തന്നെയാണ് കേട്ടോ ഈ മൺട്രോ തുരുത്ത് കാണാനും. ആ മുമ്പിൽ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ആ റൈറ്റ് സൈഡിലായിട്ട് ആപ്പിൾ റെസ്റ്റോറൻ്റ് ആണെന്ന് പേര്. ആ റെസ്റ്റോറൻറ്റ് പേര് ആപ്പിൾ റെസ്റ്റോറൻ്റ് എന്നാണ്. ഉച്ച സമയമായിട്ട് അത് ഓപ്പൺ അല്ല കേട്ടോ. കുലുക്കി ഷെയ്ക്കും ട്യൂബ് സോഡയും ഒക്കെ സ്പെഷ്യലാണ്. റെസ്റ്റോറൻറ്റ് അടഞ്ഞു കിടക്കുകയാണെങ്കിലും ആ കൈവരിയിൽ ചാരി നിന്ന് ഈ കായൽ ഭംഗി ആസ്വദിക്കാൻ നല്ല രസമാണ്. എന്ത് അടിപൊളിയാണെന്ന് നോക്കിയേ. മൺട്രോ തുരത്ത് എന്ന് പറയുന്നത് വെറുമൊരു ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല. അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലുള്ള 8 ചെറു ദ്വീപുകളുടെ ഒരു കൂട്ടമാണിത്. ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന ജോൺ മൺട്രോയുടെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ആ പേര് ലഭിച്ചതും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കനോയിങ് അഥവാ വഞ്ചി യാത്രയാണ്. ചെറിയ തോടുകളിലൂടെ പതുക്കെ ഒഴുകി നീങ്ങുമ്പോൾ പ്രകൃതിയെ ഇത്ര അടുത്തെറിയാൻ പറ്റിയ മറ്റൊരു സ്ഥലമില്ല. മൺട്രോ തുരത്തിനെ കേരളത്തിന്റെ വെനീസ് എന്ന് വിളിക്കുന്നത് എത്ര ശരിയാണെന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഗ്രാമീണ ജീവിതം. കയർ പിടിക്കുന്നവരും മീൻ പിടിക്കുന്നവരും ഒക്കെയായി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. പക്ഷേ ഈ സുന്ദരമായ തുരുത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഭൂമി താഴ്ന്നു പോകുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ നമ്മുടെ വരും തലമുറയ്ക്ക് കാണാൻ കഴിയുമോ എന്ന കാര്യം സംശയം കൂടിയാണ്. ഇവിടം ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നതും ഈ കാരണത്താലാണ്. നിങ്ങൾ തിരക്കുകളിൽ നിന്നും മാറി കുറച്ചു നേരം സമാധാനമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൺട്രോ തുരത്തിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തോളൂ. ഒട്ടും നിരാശപ്പെടില്ല മാത്രമല്ല, അതിഗംഭീരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൺട്രോ തുരത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം. എസ് വളവ് എന്ന് പറയും. എസ് പോലെ വളഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ കായലോരത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കണ്ടൽക്കാടുകൾ കണ്ടോ നിങ്ങൾ? പ്രകൃതിയുടെ ഒരു വലിയ കാവലാണിവ. ഈ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്ര, അവിടുത്തെ തണലും ശാന്തതയും ഈ യാത്രയ്ക്ക് മറ്റൊരു ഫീൽ നൽകുന്നുണ്ട്. ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു ഏരിയ. മൺട്രോ തുരത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലുന്തോറും നമ്മൾ കാണുന്നത് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ കുഞ്ഞു ദ്വീപുകളിലെ ജീവിതം ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ കുഞ്ഞു റോഡുകളിലൂടെ നടക്കുമ്പോൾ രണ്ടു വശത്തും കായലിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വഞ്ചികൾ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ മനുഷ്യർ എത്രത്തോളം കായലുമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാനും കഴിയും. ഇവിടുത്തെ ശാന്തതയാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയുടെ സംഗീതം മാത്രം കേൾക്കുന്ന ഒരിടം. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മീൻപിടുത്തക്കാരും വലയെറിയുന്ന കാഴ്ചകളുമൊക്കെ നമ്മുടെ മനസ്സിനെ ഒരൽപ്പം പിന്നിലേക്ക് കൊണ്ടുപോകും. കേരളത്തിലെ വെനീസ് എന്ന് വെറുതെ അല്ല ഇതിനെ വിളിക്കുന്നത്. ഓരോ നിമിഷവും ഓരോ പുതിയ അനുഭവം നൽകുന്ന മൺട്രോ തുരത്ത് ഇത് കണ്ടു തന്നെ തീർക്കണം. നമ്മൾ എവിടെയൊക്കെ പോയാലും ഇവിടുത്തെ ഒരു വൈബുണ്ടല്ലോ, അത് എവിടെയും കിട്ടില്ല. മൺട്രോ തുരത്തിലെ ഏറ്റവും വലിയ അനുഭവം നിങ്ങൾക്കറിയണോ? ചെറിയ വഞ്ചികളിലൂടെയുള്ള ഈ യാത്രയാണ്. വലിയ ബോട്ടുകൾക്ക് പോകാൻ കഴിയാത്ത ചെറിയ തോടുകളിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുക. തല കുനിച്ച് മാത്രം കടന്നു പോകാൻ കഴിയുന്ന കുഞ്ഞു പാലങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. സാധാരണയായി സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. 2025 ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഏറ്റവും മികച്ച കാലാവസ്ഥയിലാണ്.
അങ്ങനെ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് മൺട്രോ തുരത്തിലെ അതിമനോഹരമായൊരു ലൊക്കേഷനിലാണ്. എസ് ക്രോസ് റിസോർട്ട് എന്ന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എസ് വളവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ റിസോർട്ടിലെ വ്യൂ ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. മൺട്രോ തുരത്തിലെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ സ്വർഗതുല്യമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ യാത്രകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കല്ലേ.